കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 65ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 28 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു പരിപാടി. കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് ഡോക്ടർ ഹരിയും ഭാര്യ സാറാമ്മ ഹരിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഞാൻ ഈ സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൽ സ്ഥിരമായി ഞാനും എൻ്റെ ഭാര്യയും മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും വരും. അവരെ കാണും. അവർക്ക് വേണ്ടുന്ന ഞങ്ങളാ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റുവൽ സിംഗ് ഒറ്റയ്ക്കാണ് അവിടെ കിടന്ന് പാടുപെടുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, 10 രൂപയാണോ 100 രൂപയാണോ 1000 രൂപയാണോ ആ ട്രസ്റ്റിന് വേണ്ടിയിട്ട് സംഭാവനകൾ ചെയ്യണം. ദുരുപയോഗം ചെയ്യാനല്ല. അവിടെ ഒരു 52 അമ്മമാരും അച്ഛന്മാരും അവിടെ ഉണ്ട്. നിരാലംബരായ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതിനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വരുമാനം കുറവാണ്. സർക്കാരിൽ നിന്ന് ഇന്ന് വരെ 1 രൂപ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളടുത്ത് പിരിവ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയല്ല. നിങ്ങളാൽ കഴിയുന്ന 10 രൂപയെങ്കിൽ 10 രൂപ, 100 രൂപയെങ്കിൽ 100 രൂപ എന്തെങ്കിലും സഹായങ്ങൾ ഈ വയോജന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. എന്നെ അറിയാവുന്ന കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഞാൻ പഠിച്ചത് ഈ കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഹൈസ്കൂളിലാണ്. പഴയ ബാച്ചാണ്. 66 ബാച്ചിൽ SLC-കാരനാണ് ഞാൻ. എന്നെ അറിയുന്ന കുറേയധികം കൂട്ടുകാരിവിടെ ഉണ്ട്. നടക്കൽ, പരിഞ്ഞം, അടുത്തല എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ട്രസ്റ്റിന് ഓർമ്മ വേണം. സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് അതെങ്ങനെ നടക്കുന്നു, അതെങ്ങനെ നടന്നു പോകണം, അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, ചെറിയ ചെറിയ സഹായങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ക്യാമ്പ് നടക്കാനുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. നമസ്കാരം. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് EM അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഏതാണ്ട് 4 ജില്ലയിൽ നിന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാണ്ട് വെളുപ്പിന് 4 മണി മുതൽ ഈ സ്കൂളിൻ്റെ മുൻപിൽ ഈ ക്യാമ്പിൽ ടോക്കൺ മേടിക്കാൻ വേണ്ടി വരിയായി നിരയായി നിൽക്കുന്നത് ഇവിടെ എല്ലാവർക്കും കാണാവുന്നതാണ്. ഏതാണ്ട് സമുദ്രയുടെ പ്രവർത്തനം നേത്ര ചികിത്സാ ക്യാമ്പിലൂടെ മാത്രം നിൽക്കുന്നതല്ല. ജീവകാരുണ്യ മേഖലയിൽ ഒട്ടനവധി സംഭാവനകൾ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്ന നേത്ര ചികിത്സാ ക്യാമ്പ്. ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ വേദിയിൽ ഇരിപ്പുണ്ടെങ്കിലും ഞാൻ വേദിയിലേക്ക് വിളിച്ച് ക്ഷണിച്ച് കയറ്റിയെങ്കിലും അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല ഇന്ന് ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ് എന്ന്. എന്നാൽ ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇന്നലെ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വിളിച്ച് വരുത്തിയത്. ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറം പ്രവർത്തിക്കുന്ന സമുദ്രാതീരത്തിൻ്റെ വയോജന കേന്ദ്രത്തിലേക്ക് സ്ഥിരം സന്ദർശകരാണ് അവർ 2 പേരും. ആ 2 പേരും ആ കുടുംബത്തിലെത്തുന്നത് മാസത്തിൽ 1 ദിവസമെങ്കിലും ആ കുടുംബത്തിൽ വന്ന് ആ അച്ഛന്മാർക്ക് അമ്മമാരെയും കാണുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സംഭാവനകൾ അവിടെ നൽകിയിട്ടാണ് അവരിവിടെ നിന്ന് പിരിയുന്നത്. വന്ന് ഓടിപ്പോകുന്ന ഒരു ശീലമല്ല അവർക്ക് 2 പേർക്കും. അവർ 2 പേരും കുറേ സമയങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് എൻ്റെ കുടുംബവുമായി സംസാരിച്ച് അതിനുപരി അവിടുത്തെ അച്ഛന്മാരും അമ്മമാരുടെ അവരുടെ സുഖവിവരങ്ങളും എല്ലാം തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ കുടുംബത്തിൽ നിന്നും പിരിയുന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരെ പോലും ഇതുവരെ ഞാൻ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയാണ് ക്ഷണിച്ചതെന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മഹത് വ്യക്തിയാണ് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് പോലും. ഡോക്ടർ കാവ്യ, ഡോക്ടർ ദിവ്യ ശങ്കർ, ഡോക്ടർ ഹഷീന തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും തിമിര ശസ്ത്രക്രിയ ക്യാമ്പാണ്.
അപ്പോൾ 200 മുതൽ 250 പേഷ്യൻസിനെയാണ് നമ്മൾ കൊണ്ടുപോവുക. അതും അത്യാവശ്യമുള്ളവർക്ക് മാത്രമേ, 1-2 പേര്, തീരെ വയ്യാത്തവർക്ക് മാത്രമേ നമ്മൾ ബൈസ്റ്റാൻഡറിനെ അനുവദിക്കുകയുള്ളൂ. എനിക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇത്രയും അധികം ആളുകളുണ്ട്, നമ്മൾ 3 ഡോക്ടേഴ്സാണ്, നമ്മളൊരു സമയപരിധിക്കുള്ളിൽ നമ്മൾ ഇത്രയും പേഷ്യൻസിനെ കണ്ട് തീർക്കണം. അതുകൊണ്ട് എല്ലാ പേഷ്യൻസിനും മാക്സിമം 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1/2 മിനിറ്റോ അത്രയ്ക്ക് കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരും എന്താ പറയുക, കൂടുതൽ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ സിസ്റ്റേഴ്സിന് നമ്മൾ കണ്ടതിന് ശേഷം സിസ്റ്റേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻസ്, അതൊക്കെ നമ്മൾ എന്തായാലും തുറന്ന് പറയണം. കാരണം മിക്ക പേഷ്യൻസും ഓപ്പറേഷൻ നടക്കാതിരിക്കുമെന്ന് വിചാരിച്ച് ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ മിണ്ടാതെ വെക്കും. ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്താണത് തിരിച്ചറിയാം നമ്മൾക്ക്. അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ മരുന്ന് കഴിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറയുക. കാരണം എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ച് സംസാരിച്ച് എഴുതാനുള്ള സമയം നമ്മൾക്കില്ല. അപ്പോൾ അതെല്ലാം ഓർത്ത് വെക്കുക, ചോദിക്കുമ്പോഴെല്ലാം കാര്യങ്ങളും തുറന്ന് പറയുക. അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. നമസ്കാരം. അരവിന്ദ് ഹോസ്പിറ്റൽ ടീമിൽ നിന്നും എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എല്ലാവരും വന്നതിനായിട്ട് വളരെയധികം നന്ദിയുണ്ട്. കുറച്ച് ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചത്, മെയിൻലി ഇത് തിമിരത്തിൻ്റെ ക്യാമ്പാണ്. തിമിരം മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് റെഫറൽ ലെറ്റർ മാത്രം എഴുതി തരും. അപ്പോൾ താങ്കളുടെ ഓണായിട്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് വരിക. ഇതാണ് ഇന്ന് തിമിരത്തിൻ്റെ ക്യാമ്പാണ്. എൻ്റെ കൂടെയുള്ള ഡോക്ടർ ഹഷീന ആൻഡ് ഡോക്ടർ കാവ്യയാണ് എൻ്റെ കൂടെ ഉള്ളത്, ആൻഡ് നമ്മുടെ സിസ്റ്റേഴ്സ്. ആൻഡ് താങ്ക് യു ടു ദ സ്പോൺസേഴ്സ് ആൻഡ് ആർ കോർഡിനേറ്റർ. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻപിള്ള ചടങ്ങിൽ നന്ദി പറഞ്ഞു. നമ്മുടെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ഹരിസാറ്, അതുപോലെ തന്നെ നമ്മളെ സമുദ്രതീരത്തിൻ്റെ ചെയർമാൻ റോയൽ സിംഗ്, നമ്മളെ അരവിന്ദ് കണ്ണാശുപത്രിയിൽ നിന്നെത്തിയ ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, അതേ കണക്ക് തന്നെ നമ്മളെ സമുദ്രതീരത്തിൻ്റെ സ്റ്റാഫുകൾ, നമ്മളിവിടെ എത്തിയിരിക്കുന്ന അച്ഛനമ്മമാർ, സഹോദരന്മാർ, എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തിവരുന്നുണ്ട്. ആകെ 800 പേർ പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നും 290 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി.